അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് വിരസിക്കൊണ്ട് കിടക്കുന്നത്. അത് മോദി ശരിയായ ഒരു ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ് അങ്ങനെ ചെയ്തത്. എനിക്ക് BJP-യോട് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾ ഈ ബുദ്ധി ഉപയോഗിച്ചതിൽ എനിക്ക് സന്തോഷം എനിക്കുള്ളൂ. ശരിയാണോ മോനെ? ഞാൻ പറഞ്ഞത് ശരിയല്ലയോ? ഇത് നാട്ടില് പിന്നെ ഈ കൊള്ളനോട്ട് ബിസിനസ്സുകാരന്റെ മോളെയോ പനിയെത്തിയോ പെങ്ങളെയൊക്കെ കെട്ടിക്കുന്നേ കോടികൾ വാരിയിട്ട് ആഡംബരത്തിൽ കെട്ടിക്കും. നമുക്ക് അങ്ങനെ കെട്ടിക്കാൻ അല്ല ഒക്കൂ. ഈ കള്ളനോട്ടും പിന്നെ ഇതും കാരണം സ്ഥലത്തിന്റെ വില ഇത്രയും കൂടിയത് അല്ലേ? സെന്റ് ഭൂമി വാങ്ങിക്കാനോ അവന്മാരുടെ വീട് കെട്ടിയിരിക്കുന്ന ആഡംബരം അത് കാണുമ്പോൾ നമ്മളങ്ങ് സങ്കടപ്പെടുക. നമുക്ക് ഇതൊരു ഭാഗ്യമില്ലല്ലോ. പക്ഷെ ഇവൻ കാണിക്കുന്ന തന്തയിലെ ഇതിൽ നമ്മളെന്തോ ചെയ്യാനൊക്കും. ഇവന്മാര് എന്തായാലും ഇത് ഇനി വരുന്ന നോട്ടും ഇവന്മാര് കണ്ട് പഠിച്ചടിക്കും. ഇപ്പോഴത്തെ നോട്ട് പുതിയത് അച്ചടിക്കാൻ പാടാണ്. ആണല്ലേ? നന്നായിരിക്കട്ടെ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഇതിന് നമ്മൾ ഒത്തു നിൽക്കണം. എനിക്ക് BJP-യോട് എനിക്ക് ഭയങ്കര ഒരു പുതിയ ഒരു പാർട്ടി എന്നൊക്കെ ഉള്ള ഒരു അലർജി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ നോട്ടിന്റെ പ്രശ്നം വന്നതിന് പിന്നീട് അങ്ങനെ തൊഴുവാനാ മഹാത്മജിയെ തൊഴുന്നത് പോലെ ഇയാളെയും തൊഴുകണമെന്ന് തോന്നുക. ഇയാൾ ഇങ്ങനെ ഒരു വേല ഇന്ത്യക്കകത്ത് കൊണ്ടുവന്നേ. ഇത്രയും നേതാക്കന്മാരിരുന്നെങ്കിൽ ആരും ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ഈ ബുദ്ധി ആർക്കും പോയില്ലല്ലോ. പക്ഷെ കുഞ്ഞേ ഈ പുതിയ നോട്ട് അടിച്ചു വെച്ച ഇയാൾ ഇത് അടിച്ചു വെച്ചിട്ടല്ലയോ? അടിച്ചു വെച്ചില്ലെങ്കിലേ ഇപ്പൊ ഈ 2 ദിവസത്തിനകത്ത് ഈ പരിപാടികൾ ഇത്ര നടക്കത്തില്ലല്ലോ. ജനങ്ങള് പിന്നെ ബുദ്ധിമുട്ടി പോകത്തില്ലേ? നമ്മളിത് നിർത്തി കഴിഞ്ഞ് അടിച്ചു കഴിഞ്ഞാ അത്രയും പിന്നെ ലേറ്റോ. അപ്പോഴത്തേക്ക് നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ സ്തംഭിച്ചു പോകും. എന്നെ ദൈവം ഒരു അനുഗ്രഹം എനിക്ക് തന്നത് നീ കേൾക്കണോ? അങ്ങ് എത്ര ദൈവത്തെ വിളിച്ചാലും മതിയാകാത്ത ഒരു സന്തോഷം ഈ നോട്ടിന്റെ ഈ ഡിലേയിൽ എനിക്ക് വന്ന് സംഭവിച്ചു കേട്ടോ. എനിക്ക് മാത്രം